ഡിപ്രഷൻ എന്ന അസുഖത്തെക്കുറിച്ച് നമ്മൾ എത്ര പേർക്കറിയാം? നമ്മളിൽ എത്ര പേർ അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്? സ്ത്രീകളിൽ പ്രസവശേഷം കാണപ്പെടുന്ന ഈ ഒരു അസുഖം ഭൂരിഭാഗം സ്ത്രീകളും തരണം ചെയ്തു പോകുന്നുണ്ടെങ്കിലും ചിലരിലെങ്കിലും അത് ആത്മഹത്യയിലേക്കും കൊലപാതകത്തിലേക്കും വഴിവെക്കുന്നു. ആ കുഞ്ഞു വാപൂടാതെ കരയാണല്ലോടി, നീ ഉറച്ച് പാല് കൊടുത്ത് അതിനെ ഉറക്കടി മോളെ. മുത്തശ്ശി, കുഞ്ഞുറങ്ങുന്നില്ല മുത്തശ്ശി. രാത്രി മുഴുവൻ ഒരേ കരച്ചിലായിരുന്നു. പാല് കുറവാണെന്ന് തോന്നുന്നു മുത്തശ്ശി. ഡോക്ടറെയോ മറ്റോ കണ്ടു ഇത്തിരി പാൽപ്പൊടി എഴുതി വന്നത്. ഹൈ ശിവ ശിവ, എന്താ ഈ പറയണേ? കുട്ടികൾക്ക് പാൽപ്പൊടി കൊടുക്കേ? ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഒരു കാര്യം, ഒന്ന് വെച്ച് കൂട്ടുമ്പോഴേക്കും എന്തൊക്കെ കാട്ടിക്കൂട്ടല. ഞങ്ങളൊക്കെ 10-12 എണ്ണത്തിനെയാ വെച്ച് കൂട്ടിയത്. ശിവ ശിവ. ഇന്നലെ രാത്രി ഒരു കൊള്ളൊക്കെ അടിച്ചിട്ട് ഉറങ്ങുമ്പോളെ അല്ല, കുട്ടി ഉറങ്ങുമ്പോ നീയും കൂടെ കിടന്ന് ഉറങ്ങി എങ്ങനെ ശരിയാവാ? ആ മുഷിയ തുണികളല്ലേ കൂട്ടിയിട്ടിരിക്കുന്നത്, അതെടുത്ത് കഴുക. അമ്മേ, ആദ്യമൊക്കെ എന്തോ പറഞ്ഞു, ഞാനൊന്നും ഉറങ്ങട്ടെ കുറച്ചു നേരം. നിനക്കിവിടെ എന്താ വരവരയ്ക്കുന്ന വഴിയുള്ളത്? ആ മുഷിയ തുണിയൊക്കെ കഴുകിയിട്ടിട്ട് എന്താ വെച്ചാ ചെയ്തോളെ. എന്താ ഇവിടെ എന്താണ് നിനക്കിപ്പോ ഇവിടെ വേറെ എന്താ പണിയുള്ളത്? ആ കുട്ടീനെ ഒന്ന് നോക്കല്ലേ വേണ്ടു. ഏട്ടാ, എനിക്കെന്തോ പോലെ തലയൊക്കെ പൊട്ടിപ്പോകുന്നു. ഇന്നൊരു ദിവസം എന്റെ കൂടെ ഒന്ന്. അപ്പൊ എനിക്ക് പകരം നീ ഓഫീസിൽ പോകും, ഞാൻ വൈകിട്ട് നേരത്തെ എത്താൻ നോക്കാം. അമ്മ, എനിക്ക് ഭക്ഷണം എടുത്ത് വയ്ക്കും. നിന്നെയല്ലേ ഇപ്പൊ ഞാൻ കിടത്തി ഉറക്കിയത്? ഉറങ്ങുന്നില്ലേ? ഉറങ്ങ് ഉറങ്ങ്. മുത്തശ്ശിക്ക് പച്ചപ്പാടില്ല. അയ്യോ എന്റെ മോളെ, അയ്യോ എന്റെ കുഞ്ഞെ, അയ്യോ അയ്യോ മോനെ, ഓടി വേണം, വണ്ടി എടുക്കതേ. അവളെ എന്തോ കുഞ്ഞിനെ ചുറ്റും. അയ്യോ, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനൊന്നും ചെയ്തതല്ല, ഞാനിവിടെ ചെയ്തതല്ല, ഞാൻ കുറച്ചുകൂടെ ചെയ്തതല്ല, ഞാൻ കുറച്ചുകൂടെ ചെയ്തതല്ല. ചേർത്ത് പിടിക്കാം ഒരു കരുതലോടെ. ഇനിയൊരു കുഞ്ഞിനും ഭൂമിയിൽ ഈ ഗതി വരുത്താതിരിക്കട്ടെ ഒരമ്മയും